ഹലോ, നമസ്കാരം. നമ്മളിന്ന് ഒരു പിള്ളേരുടെ ഒരു പാർക്കിലേക്ക് പോവുകയാണ്. അവിടെ എങ്ങനെയാണ് ഇവിടുത്തെ പാർക്കുകളൊക്കെ എങ്ങനെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്, അവിടുത്തെ പാർക്കുകളിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, അവരെങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. സോ സീ യു ദേർ. നമ്മൾ പാർക്കിലെത്തിയിരിക്കുകയാണ്. പാർക്കിൻ്റെ പരിസരം കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഇതാണ് നമ്മുടെ വണ്ടിയോടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് താഴേക്കൊരു വഴിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ പാർക്ക് സെറ്റപ്പ്. ഇതൊരു മനോഹരമായൊരു ചെരുവാണ്. ആ ചെരുവിൽ ആണ് ഒരു പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മേലെ ഒരു വിമാനം പോകുന്നത് കാണാം. താഴെ ലേക്കാണ് അങ്ങേയറ്റത്ത്. ലേക്കിൻ്റെ അങ്ങേയറ്റത്ത് ബൗണ്ടറി ഇപ്പോൾ ഒരു മഞ്ഞുമലയുണ്ട്, അതൊക്കെ കാണാം. ഈ പാർക്കിൽ തന്നെ ഇവിടെ ഒരു റബ്ബിഷ് ബിൻ ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ കളിക്കുന്നുണ്ട്. നല്ല സിമെൻ്റ് ഇട്ട പാതയാണ്. ഇതിൻ്റെ മേലെ ഒരു മേൽക്കൂര പണിയാതിരിക്കാനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സീറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാവിധ ആക്ടിവിറ്റീസ് ഉണ്ട്. സിന്തറ്റിക്കാണ്. വൃത്തിയുണ്ട്. ഹലോ, ഇത് റബ്ബറാണ്. ഇത് പുതിയതായിട്ട് പണിതാന്ന് തോന്നുന്നു. എല്ലാം നല്ല മെറ്റീരിയലാണ്. അങ്ങനെ ഇതൊക്കെ നല്ല മെറ്റീരിയൽ റബ്ബറാണ്. വീണിട്ടുണ്ടെങ്കിൽ ഒന്നും പറ്റിയല്ല. ഇവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ മഴ നനയാതിരിക്കാനൊരു സെറ്റപ്പ് ടാർപ്പ ബന്ധം വലിച്ചു കെട്ടിയിട്ടുണ്ട്. നല്ല ഹൈ സെക്യൂർഡാണ്. നോക്കിയാൽ മനസ്സിലാവും. ഒരു കാരണവശാലും അതൊന്നും പൊട്ടി വേണം, ആർക്കൊന്നും സംഭവിക്കാൻ പാടില്ല. എന്ന് മാത്രം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഫുൾ ലോക്ക്ഡാണ്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഒരു ആൾക്കാർ വളരെ ശ്രദ്ധയോടുകൂടി അത്രയ്ക്കും സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യുക. ഇവിടെയൊക്കെ ഇതിന് ചുറ്റും ഒരു ട്രാക്കുണ്ട്. അത് സിമെൻറ്റിലാണ് ചെയ്തേക്കുന്നത്. ഈ കാണുന്ന സിമെൻ്റ് അല്ല, ഈ കാണുന്നതൊക്കെ റബ്ബറാണ്. ഇവിടെ ആൾക്കാരിന്ന് സ്നാക്സൊക്കെ കഴിക്കുന്നുണ്ട്. പിള്ളേരൊക്കെ കൂട്ടി വന്ന് പിള്ളേരിവിടെ കളിച്ചുല്ലസിക്കുന്നുണ്ട്. പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാവിധ സെറ്റപ്പും ഉണ്ട്. ഇവിടുന്ന് ഇതും റബ്ബർ അങ്ങനെ എന്തോരം മെറ്റീരിയല്ല, നല്ല ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഫുൾ സെറ്റപ്പ്. വാവ്, ഒന്നും പറയാനില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ 4 ദിവസം കൊണ്ട് ഇതെല്ലാം തല്ലിപ്പുറത്ത് ദൂരെ കളഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ആൾക്കാരത് ഉപയോഗിക്കുന്നു, നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അവർക്ക് വീണ്ടും ഉപയോഗിക്കപ്പെടാമെന്നുള്ളൊരു ബോധ്യം ഉണ്ടായതുകൊണ്ട് അതൊന്ന് നശിപ്പിക്കുകയല്ല. ഇവിടെ ബാസ്കറ്റ് ബോൾ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ടൊരു സെറ്റപ്പ്. ആ ബോള് അവിടുന്ന് തെറിച്ച് പുറകിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കൊള്ളാതിരിക്കാൻ വേണ്ടി അതിൻ്റെ പുറകിലൊരു ഗ്രില്ല്. ഇതാണ് ഒരു ചെറിയൊരു ഗ്രൗണ്ട് പോലത്തെ ഒരു സെറ്റ്, ചെറിയൊരു മലഞ്ചെരുവ്. ആ മലഞ്ചെരുവിലാണ് ഇതെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. അതൊക്കെ എത്ര മനോഹരമായിരിക്കുന്നു. ഇതൊക്കെ പുല്ലെല്ലാം വെട്ടി ഒതുക്കി, ആ പുല്ലൊക്കെ വെട്ടിയ പാട് കാണാൻ പറ്റും. പുല്ല് വെട്ടി ഒതുക്കി നല്ല നീറ്റാക്കിയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിരിക്കും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിക്കും. കാരണം ഞങ്ങൾ ഇവിടെ ക്രിക്കറ്റ് ടീമിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, നാട്ടിലേക്ക് ഒരു ചെറിയൊരു സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു, ഇവിടെ എന്തെങ്കിലുമൊക്കെ കളിക്കുമായിരുന്നു. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്ഥലമില്ലാതെ എല്ലായിടത്തും ഫ്ലാറ്റുകളും അപ്പാർട്ട്മെൻറ്റുകളും ഇല്ലെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ആയി നമുക്കൊരു കാലിയായൊരു സ്ഥലം കിട്ടാറില്ലാതായി. അതുകൊണ്ട് നമുക്ക് അവിടെ പാർക്കുകളോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ അങ്ങനെ ഓടിക്കളിക്കാനുള്ള സെറ്റപ്പുകളൊന്നും നമുക്ക് നാട്ടിലില്ല. എല്ലാം അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ പിള്ളേരൊക്കെ മൊബൈലിലേക്കും
ലാപ്ടോപ്പിലേക്കും കമ്പ്യൂട്ടറിലേക്കും ചുരുങ്ങിയിരിക്കുന്നു. കാരണം പിള്ളേരൊന്നും പുറത്തേക്ക് ഇറങ്ങി കളിക്കാനുള്ള സെറ്റപ്പില്ല, അതേപോലെ അവർക്ക് കളിക്കാനുള്ള സാഹചര്യമില്ല. മാതാപിതാക്കളാണെങ്കിലും പുറത്തു പോയി കളിക്കുന്നു പറയാൻ വേണ്ടി അവർക്ക് അങ്ങനെ പറയാനൊരു സ്ഥലമില്ല. നമ്മുടെയൊക്കെ കാലത്ത് നമ്മൾ പുറത്തു പോയി കളിച്ചുകൊണ്ടിരുന്നു. നമുക്ക് വലിയ തോട്ടങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ അതോടൊക്കെ പോയി ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, ഫുട്ബോൾ കളിക്കുമായിരുന്നു. നമുക്ക് സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ആൾക്കാർക്ക് അതിനുള്ള സമയമില്ല, സാഹചര്യങ്ങളുമില്ല. പിള്ളേരെല്ലാം വീട്ടിൽ ഒതുങ്ങി. അതുകൊണ്ട് നല്ലൊരു ഈടുള്ള സൗഹൃദങ്ങളും പിള്ളേർക്ക് ഇല്ലാതായതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. സോ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെയൊരു സെറ്റപ്പുകളൊക്കെ ഉള്ളപ്പോൾ ഇതേപോലത്തെ ഒരു സ്ഥലത്ത് പിള്ളേരൊക്കെ വന്ന് ഒത്തുകൂടുന്നു, അവർ കളിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഹായ് ബായ് പറയുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ കുഞ്ഞിലേ ഒന്ന് പഠിക്കുമ്പോൾ ഭാവിയിൽ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. എനിവേ ഇതാണ് ഇവിടുത്തെ പാർക്കും കാര്യങ്ങളും. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട്. പുറകെ കാണുന്ന വീടുകൾ, അതൊക്കെയാണ് ഇവിടുത്തെ വീട് സാഹചര്യം. അതെല്ലാം ആ പുറകെ കാണുന്ന വീടുകളൊക്കെ മൊത്തം തടിയാണ്. ഇവിടെ കോൺക്രീറ്റ് ഉപയോഗിക്കുന്ന പരിപാടികളൊന്നുമില്ല. കാരണം ഇവിടെ ഭൂമികൾക്കും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായതുകൊണ്ട് പൊളിഞ്ഞ് വീണാലും അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഞാഞ്ഞൂല് പൊങ്ങി വരുന്നാലും പൊങ്ങി വരാൻ പറ്റണം. അതിനുവേണ്ടി എല്ലാം മരത്തിലാണ് വന്ന് നിൽക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. പിള്ളേരെല്ലാം അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ഇതിവിടെ വേറൊരു സാധനമുണ്ട്. ഇവിടെ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പ്. ഇത് പട്ടിക്ക് കുടിക്കാൻ, ഇത് കുട്ടിക്ക് കുടിക്കാൻ, ഇത് വല്ലവർക്ക് കുടിക്കാൻ. അങ്ങനെ ഇതിൽ ഞെക്കിയാൽ മതി, വെള്ളം വരും. ഇത് ഞെക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളം വരും. ഇതിവിടെ ഞെക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളം വരും. അതെവിടെയോ ഞെക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളം വരും. ഇതാണ് ഒരു സെറ്റപ്പ്. ഇവിടെ വെള്ളം കുടിക്കാനുള്ള കാര്യങ്ങളും നല്ലൊരു സീറ്റുണ്ട്, നല്ലൊരു ഇരിപ്പിടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീടും കാര്യങ്ങളും ഇവിടെ നല്ലൊരു മരം ഇലവഴിച്ചു തുടങ്ങിയിരിക്കുന്നു. സായങ്കാലം ഒന്നും പറയാനില്ല, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അങ്ങനെ ഈ ഗ്രൗണ്ടിൻ്റെ ഇവിടെ സായാഹ്നം ആകാറായി. സൂര്യനൊക്കെ അസ്തമിച്ചു തുടങ്ങി. ഇവിടുത്തെ ടൈമൊക്കെ മാറ്റി. അതുകൊണ്ട് സമയം അസ്തമിച്ചു തുടങ്ങി. നേരത്തെയാണ്, 1 മണിക്കൂർ ആക്ച്വലി പുറകോട്ടേക്ക് ഇരിക്കട്ടെ. ഞങ്ങളിപ്പോൾ 1 മണിക്കൂർ മുന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും സന്ധിക്കുമ്പോഴേക്കും ഇവിടെ തിരുവനന്തപുരം സ്വന്തം ജസ്റ്റിൻ ഫോട്ടോഗ്രാഫി. ബൈ ബൈ, സീ യു.